നമസ്കാരം. മാജിക് അഥവാ മായാജാലം, ഇന്ദ്രജാലം എന്നൊക്കെ അർത്ഥങ്ങൾ വരുന്ന ഒരു പഴവർഗ്ഗത്തെക്കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. മാജിക് ഫ്രൂട്ട് എന്നും മിറാക്കിൾ ഫ്രൂട്ട് എന്നും അറിയപ്പെടുന്ന ഒരു പഴം. ഇതേ മാജിക് ഫ്രൂട്ടും മിറാക്കിൾ ഫ്രൂട്ടും അല്ലെങ്കിൽ മാജിക് ഹേർബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലാകാലങ്ങളായിട്ട് സുപരിചിതമായ ഒരു സാധനമുണ്ട്. ചക്കരക്കൊല്ലി എന്ന് പറയും. ഗുഡ്മാർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അതായത് പ്രമേഹമുള്ളവർ ഇത് കഴിച്ചാൽ അവരുടെ ആ ഷുഗർ മാന്ത്രികമായ രീതിയിൽ അപ്രത്യക്ഷമാവും. മിറാക്കുലസ്ലി ഡിസപ്പിയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഇവിടെ പോസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം പഴയ തലമുറക്കാർ ഒരുപാട് സംസാരിച്ചു കൊണ്ടിരുന്നതാണ് ഈ ചക്കരക്കൊല്ലി. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ചക്കരക്കൊല്ലിയെ കുറിച്ചല്ല, ഈ മിറാക്കിൾ ഫ്രൂട്ട് അല്ലെങ്കിൽ അഥവാ മാജിക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു പഴത്തെക്കുറിച്ചാണ്. ഈ പഴവും പിന്നെ ഈ അടുത്ത കാലത്ത് ഒരുപാട് മാജിക് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പഴങ്ങളും. അതിലൊന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് വേറെ ഒരുപാട് നമ്മുടെ തനതായ, അതായത് ഈ നാട്ടിൽ തനതായ രീതിയിൽ വളരാത്തതും എന്നാൽ ഈ അടുത്ത കാലത്ത് പല ഗുണങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല പഴങ്ങളും, അവയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല പൊതുവെ. അതിനു മുമ്പ് ഈ മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഈ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും അതിന് മധുരമായിട്ട് തോന്നും എന്നാണ്. അതായത് ഈ പഴം കഴിച്ചതിൻ്റെ അരമണിക്കൂറിനുള്ളിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ പുളിയുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മധുരമായിട്ട് തോന്നും. അതിനാൽ ഇതിന് മാജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിനെന്തോ മാന്ത്രിക ഒരു സംഭവം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മാന്ത്രികവും കുന്തമൊന്നുമല്ല. ഇത് വളരെ വളരെ സിമ്പിൾ കെമിസ്ട്രി മാത്രമാണ്. അത് ഏത് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും മനസ്സിലാവും. ആൻഡ് അതുകൊണ്ട് മാത്രം ഇതിനെ മാജിക് എന്നൊന്നും പറയാൻ വരട്ടെ. ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ചക്കരക്കൊല്ലി എന്ന് പറയുന്ന സംഭവം, ഈ പറയുന്ന മാജിക് ഫ്രൂട്ടിൽ എങ്ങനെയാണോ പുളിയുള്ള സാധനങ്ങൾ മധുരമായിട്ട് നമ്മളെ തോന്നിപ്പിക്കുക, അതേപോലെ ഈ ചക്കരക്കൊല്ലി മധുരമുള്ളതിനെ മധുരം ഇല്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കും. ഇതെല്ലാം വെറും ബേസിക് കെമിസ്ട്രിയാണ്. ടേസ്റ്റ് ബഡ്സിൽ, അതായത് നമ്മുടെ രസമുകുളങ്ങളിൽ വരുന്ന pH വരുന്ന വ്യത്യാസങ്ങൾ കാരണം നമ്മുടെ ഈ രസമുകുളങ്ങൾ തലച്ചോറിലേക്ക് ഈ വിവരങ്ങൾ കൈമാറുന്നതിൽ വരുന്ന മാറ്റങ്ങൾ കാരണം മാത്രമാണ് ഇല്യൂഷൻസ്, ഓപ്റ്റിക്കൽ ഇല്യൂഷൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഗസ്റ്റേറ്ററി ഇല്യൂഷൻസ് എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ദയവായി അത് കാരണം പ്രമേഹ രോഗികൾക്ക് ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം, ഇതെല്ലാം നിങ്ങളുടെ ഷുഗറിനെ ഒറ്റ പടിക്ക് ഇതാക്കും, ക്ലിയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്, തികച്ചും അശാസ്ത്രീയമാണ്. ദയവായി അത് ഓർമ്മ വയ്ക്കുക. ഇനിയിപ്പോൾ ഈ ന്യൂ ജെൻ പല പഴങ്ങളും ഇതിന് നല്ലതാണെന്നും പറഞ്ഞ് ഇപ്പം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ട്, ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞു. അതല്ലാണ്ട് ഇപ്പോൾ വഴിവക്കത്തൊക്കെ കാണാം, ലോകത്തിൻ്റെ പല മൂലകളിൽ നിന്നും ഓരോ ഫ്രൂട്ട്സ് വരുന്നത്. ഇതെല്ലാം പ്രമേഹത്തിന് നല്ലതാണ്, ഇത് ഷുഗർ കുറയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇലകൾ ഷുഗർ കുറയ്ക്കും. പ്രകൃതിയിൽ ഈ ഷുഗർ കുറയ്ക്കാനുള്ള ഇലകളും പഴങ്ങളൊന്നും ഇല്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? എങ്ങനെ തെറ്റി? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ വിഷയം അതൊന്നുമല്ല. ഈ വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏത് രീതിയിൽ എത്രത്തോളം ഷുഗർ കുറയ്ക്കും എന്നുള്ളതിന് ആർക്കും ഒരു കയ്യും കണക്കും ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പൊ പലരും പറയാറുണ്ട് പാവയ്ക്ക കഴിച്ചാൽ ഷുഗർ കുറയുന്നു. ആര് പറഞ്ഞു കയ്പയ്ക്ക കഴിച്ചാൽ ഷുഗർ കുറയുന്നു? ഇനി കുറയുമായിരിക്കും. എത്ര കുറയും എന്നുള്ളതിന് വല്ല കണക്കുണ്ടോ? ഇല്ല. എത്ര പാവയ്ക്ക കഴിക്കണം, എത്ര ഷുഗർ കുറയ്ക്കാൻ, എത്ര നേരത്തേക്ക് എന്നുള്ളതിന് എന്തെങ്കിലും കണക്കുണ്ടോ? ഇല്ല. ഈ പാവയ്ക്ക മറ്റുള്ള വസ്തുക്കളോടൊപ്പം, ഉദാഹരണം മഞ്ഞളിനോടൊപ്പം കഴിച്ചാൽ എന്തായിരിക്കും? മഞ്ഞളും ഷുഗർ കുറയ്ക്കുന്ന വസ്തുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പാവയ്ക്ക തോരൻ ഞാൻ വെക്കുകയാണ്, അതിൽ മഞ്ഞളും ചേർക്കും, ഇല്ലേ? മഞ്ഞളും ചേർക്കും, കായവും ചേർക്കും, ഇതെല്ലാം ഷുഗർ കുറയ്ക്കുന്ന സാധനം. ചിലപ്പോൾ ഉലുവപ്പൊടിയും ചേർത്തെന്ന് വരാം, അതും ഷുഗർ കുറയ്ക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എത്രത്തോളം ഷുഗർ കുറയും? ആർക്കെങ്കിലും വലിയ ഐഡിയ ഉണ്ടോ? നോ ഐഡിയ. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ കമ്മിങ് ബാക്ക് ടു ദിസ്, ഈ ടേസ്റ്റ് പെർസെപ്ഷൻസിന്റെ പുറത്ത് ടേസ്റ്റ് എങ്ങനെയാണോ നമുക്ക്
ബോധ്യപ്പെടുന്നത്. അതിനനുസരിച്ച് ഇത് ഷുഗറിനെ കുറയ്ക്കോ ഇല്ലയോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ദാറ്റ് ബ്രിങ്സ് us ടു എ വെരി ബേസിക് തിങ്, വളരെ അടിസ്ഥാനമായ ഒരു വിഷയം. അതായത് മധുരം എന്നുള്ള ആ ഒരു ടേസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് പുളിപ്പ് അല്ലെങ്കിൽ കയ്പ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിനാൽ മധുരം സംബന്ധമായ രോഗമായ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ കയ്പോ പുളിയോ കഴിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിൽ. അതായത് ആസിഡിന് വിപരീതമാണ് ബേസ് ആൽക്കലി. അതുകൊണ്ട് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആൽക്കലി എടുത്താൽ മതി എന്ന് പറയുന്ന പോലെ റോങ്. കാരണം ഈ സ്വീറ്റ്, സോർ, ബിറ്റർ, സോൾട്ട് എന്നൊക്കെ പറയുന്ന ടേസ്റ്റ് ബഡ്സ് ഈ നേരത്തെ പറഞ്ഞ രസമുകുളങ്ങളിലൂടെ ഉള്ള ഇൻഫർമേഷൻ മാത്രമാണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. അപ്പോൾ എനിക്ക് വളരെ മധുരമായിട്ട് തോന്നുന്ന ഒരു വസ്തു മറ്റൊരാൾക്ക് അതേ വസ്തു തന്നെ അത്ര മധുരമായിട്ട് തോന്നണമെന്ന് നിർബന്ധമില്ല. മറിച്ചും ഇപ്പോൾ ഉദാഹരണം, എനിക്ക് ഉപ്പ് വളരെ സെൻസിറ്റീവാണ്. ചെറിയ ഉപ്പിൻ്റെ അളവുണ്ടെങ്കിൽ പോലും അയ്യോ ഇത് ഭയങ്കര ഉപ്പാണല്ലോ എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഫാക്ട്. മറ്റൊരാൾക്ക് ഇതിൽ ഉപ്പേ ഇല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതേ സാധനം തന്നെ. അപ്പോൾ ഇതെല്ലാം വളരെ സബ്ജക്റ്റീവ് ആണെന്നുള്ള ഓർമ്മ വേണം. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വീറ്റ്നെസ് എന്നുള്ള ടേസ്റ്റിൻ്റെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ വിപരീതമാണ് പുളിപ്പ് അല്ലെങ്കിൽ കയ്പ് എന്ന് പറയുന്നത്. തെറ്റാണ്. അതിനാൽ പ്രമേഹമുള്ളവർക്ക്, ഷുഗർ ആണല്ലോ കൂടിയിരിക്കുന്നത്, അത് നിയന്ത്രിക്കാൻ കുറേ കയ്പൊക്കെ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കയ്പ് അല്ലെങ്കിൽ പുളിപ്പുള്ള സാധനം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പുളിപ്പ് മധുരമായിട്ട് തോന്നുന്ന ഈ തരത്തിലുള്ള മിറാക്കിൾ ഫ്രൂട്ട് അല്ലെങ്കിൽ മാജിക് ഫ്രൂട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന തികച്ചും അശാസ്ത്രീയമാണ്. യാതൊരു അർത്ഥവുമില്ല. നോ വെർ ഇസ് ഇറ്റ് പ്രൂവൺ, ഒരു തെളിവുമില്ല. അതായത് ഈ പറയുന്ന ഫ്രൂട്ട്സ് എല്ലാം പ്രമേഹ നിയന്ത്രണത്തിന് ഫലപ്രദമാണ് ദീർഘനാളത്തേക്ക് കേട്ടോ. ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ കുറച്ചൊന്നും വരാം. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട്, ഹൈപ്പോ റിസ്ക് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ക്രമാതീതമായി ബ്ലഡ് ഷുഗേഴ്സ് കുറഞ്ഞു പോവുകയും ചെയ്യാം. നമുക്കത് ആവശ്യമില്ല, നമുക്കത് വേണ്ട. ആക്ച്വലി അത് വളരെ അപകടമാണ്. അതിനാൽ ഈ ഫ്രൂട്ട്സ് വളരെ, ഈ പറയുന്ന മാജിക് ഫ്രൂട്ട്സ് പോലെയുള്ള സാധനങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് എന്താണ്? നമ്മുടെ ഈ കാലാവസ്ഥയിൽ, നമ്മുടെ ഈ ഭൂപ്രകൃതിക്ക്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്ന നമുക്ക് സുപരിചിതമായ സ്വാദിഷ്ടമായ ചെലവ് കുറഞ്ഞ പഴങ്ങൾ തന്നെയാണ് നമുക്ക് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ നാടൻ പഴങ്ങളെ വെല്ലാൻ ഈ പറയുന്ന ഇമ്പോർട്ടഡ് സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല മിനുസമുള്ള ഒരു പഴത്തിനും സാധ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ ശാസ്ത്രീയമാക്കി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് വിപരീതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, എന്ത് കമൻസ് ഉണ്ടെങ്കിലും അത് രേഖപ്പെടുത്താൻ മറക്കരുത്. ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ അറിവുകൾ ഉണ്ടെങ്കിലും അതും നമ്മളുമായിട്ട് പങ്കുവെക്കാൻ മറക്കരുത്. കാരണം ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇപ്പോൾ വരുന്നുണ്ട് മാർക്കറ്റിൽ. നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് ഓരോന്നും പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അറിവുകളും നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.